ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ വ്ലോഗാണ്. അപ്പോൾ ഇന്ന് ഇക്കാടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ചെറിയ കേക്ക് മേടിച്ച് മുറിച്ചിട്ട് കുട്ടികൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കേക്ക് മേടിക്കണമെന്ന്. അപ്പോൾ ഒരു ചെറിയ കേക്ക് മേടിച്ച് മുറിച്ചിട്ട് പുറത്ത് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്ത് പോകാൻ പോവാണ്. അപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. ഇവിടെ തൊട്ട് അടുത്തായിട്ട് തന്നെ ഒരു ബീച്ചുണ്ട്. അപ്പോൾ ഫാമിലീസിനൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ബീച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങണം എന്ന് ഞങ്ങൾ വിചാരിച്ചതാണ്. പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുട്ടം ബ്ലോക്കാണ് ഗൈസ് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിൽ ബ്ലോക്കൊന്നുമില്ല. പക്ഷേ വൈകുന്നേരം ആവും തോറും നമുക്ക് ബ്ലോക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ബീച്ചിലേക്ക് പോവാം. ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. അതാ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഈ മ്യൂസിയം ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഇതിനകത്ത് പോകണം എന്നുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ശരിക്കും പറഞ്ഞാൽ ബീച്ച്. അപ്പോൾ നമുക്കൊരു 3-4 റോഡ് ക്രോസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ക്രോസിങ് ടൈമാണ്. നമുക്കിതിൻ്റെ അപ്പുറത്ത് കിടക്കണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും സൺസെറ്റിൻ്റെ ഒരു സമയമായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ എന്നാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ നല്ല വെട്ടം ഉണ്ടായിരുന്നു. നല്ല സൺസെറ്റ് ആയ ഒരു കാലാവസ്ഥയായെന്ന് നമുക്ക് തോന്നിയേയില്ല. ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പുറത്തെ സൈഡ് സൺസെറ്റും. പിന്നെ നമ്മുടെ ചന്ദ്രൻകുട്ടൻ അവിടെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സൂര്യൻ അങ്ങനെ പോയി തീർന്നിട്ടുമില്ല. നല്ലൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ ഗൈസ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സൺസെറ്റ് ഞാൻ ഇത്രയും അടുത്ത് നല്ല രസമായിട്ട് ഞാൻ കണ്ടേക്കണത്. എന്തായാലും നല്ലൊരു രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമുക്ക് അവിടെയാണ് ബീച്ച്. അപ്പോൾ നമുക്കിവിടെ നിന്ന് നടന്ന് ഇനി അപ്പുറത്ത് ചെല്ലണം. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാറ്റായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കരിങ്കൽക്കെട്ട് കാണുന്നില്ലേ? ആ കരിങ്കൽക്കെട്ടിൽ എപ്പോഴും വരുമ്പോൾ കയറണം എന്ന് ഞങ്ങൾ വിചാരിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുമായിരിക്കും. കരിങ്കൽക്കെട്ടുമേട്ടൊക്കെ എപ്പോഴും വെള്ളം കയറി കിടക്കുമായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റാറില്ല. കാരണം വെള്ളം ഉള്ളതുകൊണ്ട് പേടിയാവും. പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പോൾ നോക്കിയപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്ക് ആ കരിങ്കൽക്കെട്ട് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ എല്ലാവരും അതുമായിട്ട് കയറി. എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അത്ര നല്ലൊരു രസമായിരുന്നു അതിൻ്റെ മുകളിൽ കയറിയിട്ട്. നല്ല കാറ്റും. പിന്നെ എൻ്റെ കൂടെ ഇച്ചുക്കുട്ടനുള്ളതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ ചെറുതായതുകൊണ്ട് അവന് കെട്ടിൽ കൂടി നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കരിങ്കല്ലുമേട്ട് ഇങ്ങനെ സിനിമയിലും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ ആ ഒരു സൗണ്ടും ആ ഒരു പ്രത്യേക വൈബ് അത് നേരിട്ട് അറിഞ്ഞത് ആദ്യമായിട്ടാണ്. നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ് അവിടെ ഇരിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് പോകാം, കാരണം അല്ലെങ്കിൽ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്നാലും ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അത്ര അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറഞ്ഞത് എന്നാൽ അവന് കുറച്ച് നേരം കൂടി ഇരുന്ന് കാറ്റ് കൊള്ളണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ ദേ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങി. പിന്നെ ഇച്ചുക്കുട്ടനുള്ളതെല്ലാം ഊരിക്കളഞ്ഞ് അവിടെ മണ്ണിൽ കളിയായി. അവന് വെള്ളത്തിൽ കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മണ്ണിൽ കളിക്കാനായിട്ടാണ്. അപ്പോൾ കുഞ്ഞാറ്റ തിരിച്ച് വരുന്നുണ്ട് ഇച്ചുക്കുട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൻ പോകുന്നുണ്ടായിരുന്നില്ല. അവൻ തണുക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നനഞ്ഞാലും പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ബനിയാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് അവന് ഇട്ട് കൊടുത്തു. അങ്ങനെ അവൾ അവനെയും കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കുറച്ച് പേടിയാണ്. അതുകൊണ്ട് അവൻ ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഇന്നിപ്പോൾ ഏകദേശം ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. കാരണം അധികം വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ അധികം തിരകളും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കപ്പോൾ ധൈര്യപ്പെട്ട് നമുക്കൊരു സ്ഥലത്ത് ഇരിക്കാം. അപ്പോൾ ഞാനും കാര്യം കൂടി ഇവിടെ പായ വിരിച്ച് ഇവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. കാരണം എനിക്ക് എൻ്റെ ഡ്രസ്സ് നനയണതോ അല്ലെങ്കിൽ എനിക്ക് വെള്ളത്തിൽ നമ്മൾ നനഞ്ഞതിന് ശേഷം പിന്നെ കയറി വരുമ്പോൾ നനച്ച് മണലാവില്ല. എനിക്കതൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങാറില്ല. പിന്നെ കുട്ടികൾ അവിടെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോഴാണല്ലോ ഈ മണ്ണുമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആ റൂമിൽ അടച്ചിട്ടിരിക്കലാണല്ലോ. അപ്പോൾ അവർ കുറേ നേരം അവിടെ കളിച്ച് നടന്നു.
അപ്പോഴത്തേക്കും ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചൂനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ മണ്ണിലൊക്കെ ഇങ്ങനെ വിരകാനും അത് വാരാനും അത് തൂവി തലയിലിടാനും ഒക്കെയാണ് ഇച്ചൂന് ഇഷ്ടം. പിന്നെ നിർബന്ധിച്ച് കുഞ്ഞാറ്റ അവനെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോഴേക്കും രാത്രിയായിട്ടോ ഗൈസ്, നല്ല ഇരുട്ടായി തുടങ്ങി. തക്കടും അപ്പോൾ അവിടെ ഒരു മണൽ കൊണ്ടൊരു ലവ് ചിഹ്നം പോലെ ഒരു ഇതുണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കിട്ടിയ ചിപ്പികളൊക്കെ അതിൻ്റെ ചുറ്റും പറക്കി വെച്ചു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ വാപ്പിന്ന് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം എഴുതിയത് അപ്പുറത്താണ്. അപ്പോൾ വെള്ളം അത് മായ്ച്ചളയായിരുന്നു. പിന്നെ അതിന് ശേഷം അവൻ രണ്ടാമത് മുകളിൽ വന്ന് എഴുതി. അപ്പോൾ കറക്റ്റായിട്ട് ഹാപ്പി ബർത്ത്ഡേ വാപ്പിന്ന് എഴുതാൻ പറ്റി. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചു. പിന്നെ അവിടെ നിന്ന് കുട്ടികളെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് ഫുഡ് പുറത്തുനിന്ന് ആക്കാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ അല്ലേ, അപ്പോൾ പുറത്തുനിന്ന് ഫുഡും കൂടി കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. അപ്പം കുഞ്ഞാറ്റയുടെ മുഖം കുറച്ച് വാടിയാണ് ഇരിക്കുന്നത്. കാരണം അവൾ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു കേട്ടോ ഗൈസ്. കാരണം ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഇറങ്ങിയതാണല്ലോ, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.